നമ്മുടെ ഇന്നത്തെ വീഡിയോ ഈദ് വ്ളോഗല്ല കേട്ടോ. ഈദിൻ്റെ തലേ ദിവസത്തെ കുറച്ച് വിശേഷങ്ങളും തിരക്കുകളും ചെടപിടിയുള്ള പരിപാടികളൊക്കെയാണ്. അപ്പോൾ സത്യം പറഞ്ഞാൽ ഞാൻ വെള്ളിയാഴ്ച പെരുന്നാളാവുമെന്ന് വിചാരിച്ചിട്ടേ ഉണ്ടായിരുന്നില്ല. ഇതിപ്പോൾ വ്യാഴാഴ്ച ദിവസത്തെ വീഡിയോ ആണ്. വെള്ളിയാഴ്ച ഞാൻ എത്രയായാലും എല്ലാവരും ആവും ചിലപ്പോൾ വെള്ളിയാഴ്ച ആവും എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ടെങ്കിലും വെള്ളിയാഴ്ച ഒരിക്കലും പെരുന്നാളാവുമെന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. ശനിയാഴ്ച ആയിരിക്കും വിചാരിച്ചു കേട്ടോ. അപ്പം നീനുട്ടിക്കാണെങ്കിൽ 19, 20, 21 ഈ 3 ദിവസമാണ് ഡേറ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു നമുക്ക് ലീവിനായിട്ട്. അപ്പോൾ 18-ാം തീയതി രാത്രി എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ 19-ാം തീയതി ഞങ്ങൾ രാവിലെ തന്നെ ഓരോ കാര്യങ്ങളൊക്കെ ഉള്ള ചില്ലറ ആവശ്യമുള്ള സാധനങ്ങളൊക്കെ വാങ്ങണമല്ലോ. ഒക്കെ ആ ഒരു ദിവസത്തേക്ക് ഒക്കെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ചെരുപ്പ് വാങ്ങിയിട്ടില്ല, വള വാങ്ങിയിട്ടില്ല, മാല വാങ്ങിയിട്ടില്ല. പെരുന്നാളല്ലേ, മക്കൾക്കല്ലേ അതിൻ്റെയൊക്കെ ഒരു രസമല്ലേ. നമ്മൾ ചെറിയ കുട്ടികളൊക്കെ ആയിരുന്നപ്പോൾ എന്ത് രസമായിരുന്നു. വള വാങ്ങാൻ പോകും, ഫ്രണ്ട്സിൻ്റെ ഒപ്പമൊക്കെ ആയിരുന്നു കേട്ടോ. അന്ന് വള വാങ്ങാനൊക്കെ പോയിട്ടുണ്ടായിരുന്നു. ഡ്രസ്സൊക്കെ ഇപ്പോൾ വാങ്ങിക്കൊണ്ടിരില്ലായിരുന്നു കേട്ടോ. അപ്പം മക്കൾക്കാണല്ലോ പെരുന്നാളും കാര്യങ്ങളൊക്കെ. അപ്പോൾ കൊച്ചു കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്ത് കൊടുക്കണ്ടേ. അപ്പോൾ ചെരുപ്പും കാര്യങ്ങളൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ട് നമുക്ക് വന്നിട്ട് പോകാം ഇതൊക്കെയാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. നമുക്ക് ലീവ് കിട്ടി വരുമ്പോൾ പോകാമെന്ന്. അങ്ങനെ ഞങ്ങൾ 19-ാം തീയതി രാവിലെ, അതായത് വ്യാഴാഴ്ച രാവിലെ, ഇതിപ്പോൾ രാവിലെ അല്ല കേട്ടോ, നട്ടുച്ചായിട്ടുണ്ട്. കാരണം 12 മണി വരെയായിരുന്നു ഇതുമൂന്ന് എക്സാം. അപ്പോൾ ഇതുമൂന്ന് എക്സാം കഴിഞ്ഞിട്ട് വന്നിട്ട് പോകാം എന്നുള്ള പ്ലാനിൽ ഞാൻ കുറച്ച് രാവിലെ തന്നെ നേരത്തെ കയറി ഇതുമൂൻ്റെ ഡ്രസ്സ് ബാക്കിയും കൂടി സ്റ്റിച്ച് ചെയ്യാനുണ്ടായിരുന്നു, കുറച്ചും കൂടി തയ്ക്കാണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ തയ്ച്ച് പിന്നെ ഒന്ന് ക്ലീനിങ് പരിപാടിയൊക്കെ കഴിഞ്ഞപ്പോഴേക്കും എക്സാമൊക്കെ കഴിഞ്ഞ് വന്ന പാടെ ഡ്രസ്സൊക്കെ മാറ്റി ഞങ്ങളിതാ ഒരു 12:30, 12:45 ആ ഒരു ടൈമിലിറങ്ങി. ഭയങ്കര വെയിലെന്ന് പറഞ്ഞാൽ എൻ്റെ പെരും വെയിൽ, ചൂടും വിങ്ങലും, പോകാൻ തീരെ താല്പര്യം ഉണ്ടായിരുന്നില്ല കേട്ടോ. സത്യം പറഞ്ഞാൽ പുറത്ത് കണ്ട് ഇറങ്ങാൻ തോന്നുന്നുണ്ടായിരുന്നില്ല. പക്ഷേ പെരുന്നാൾ അല്ലേ, മക്കളൊന്ന് അടിപൊളിയാക്കണ്ടേന്നൊക്കെ കരുതിയിട്ട് അങ്ങോട്ട് രണ്ടും കൽപ്പിച്ചിറങ്ങിയതാണ്. അപ്പോൾ ഞങ്ങൾ ഈ ബസ്സിലൊക്കെ കൊടുക്കുക ഈ പോണതെന്ന് ചോദിച്ചാൽ മഞ്ചേരിക്കാണ് ഈ പോണത് കേട്ടോ. അപ്പോൾ നീനുട്ടിക്ക് ചെറുതായിട്ട് ഫേഷ്യലോ അല്ലെ എന്താ പറയുക ക്ലീനപ്പ് എന്തെങ്കിലും ചെയ്യാം, കുറേ ആയി ചെയ്തിട്ട്. പിന്നെ ചെരുപ്പൊക്കെ വാങ്ങാൻ ഓക്കും ഇഷ്ടം മഞ്ചേരി എന്നാണ്. അപ്പോൾ അത് വിചാരിച്ചിട്ടാണ് ഞങ്ങൾ മഞ്ചേരിക്ക് വിട്ടത് കേട്ടോ. ഇനിയിപ്പോൾ കൺഫ്യൂഷനായി ഇവിടെ ഇങ്ങനെ അരീക്കോട് കുറേ കടയൊക്കെ തിരഞ്ഞ് ഇറങ്ങി നടക്കണ്ടല്ലോ, എന്നാൽ ചിലപ്പോൾ അങ്ങോട്ട് ഇഷ്ടപ്പെടില്ല. ഞാനാണെങ്കിൽ ഈ നോമ്പിനെ മോളൂന് ഈ ഗിഫ്റ്റ് വാങ്ങാൻ വേണ്ടി നീനുട്ടിൻ്റെ വക ചെരുപ്പായിരുന്നല്ലോ. അപ്പോൾ ഞാൻ നോക്കാൻ വേണ്ടിയിട്ട് ഈ അരീക്കോട് മൊത്തം 2-3 കട കയറി ഇറങ്ങിയിട്ട് എനിക്ക് അങ്ങനെ ചെരുപ്പ്, ഒരു നല്ല ഭംഗിയുള്ള ചെരുപ്പ് എനിക്ക് കാണാൻ പറ്റിയില്ല കേട്ടോ. അപ്പോൾ ഞാൻ മഞ്ചേരിയിലാവുമ്പോൾ മഞ്ചേരി സീനത്ത് ഫുട് വെയറിലാണ് ഞങ്ങൾ പോകാറുള്ളത്. അവിടെ നല്ല അടിപൊളി ചെരുപ്പുകളൊക്കെ എനിക്ക് കിട്ടാറുണ്ട് കേട്ടോ. ഓരോരുത്തർക്ക് ഓരോ സ്ഥലമാവുമല്ലോ പിടിക്കുക. അപ്പോൾ അത് വിചാരിച്ചിട്ടാണ് ഞങ്ങൾ പോണത്. ബസ്സൊക്കെ ആദ്യം ഓട്ടോയിൽ ബസ് സ്റ്റാൻഡിൽ പോയി, ബസ് കയറി അരീക്കോട് ബസ് സ്റ്റാൻഡിൽ നിന്ന് മഞ്ചേരി ബസ് കയറി മഞ്ചേരി ഇറങ്ങി അവിടുന്ന് ഒരു ഓട്ടോ പിടിച്ചതാ അവിടെ കച്ചേരിപ്പടി സീനത്ത് ഫുട് വെയറിൻ്റെ ഷോപ്പ്, ചെരുപ്പ് കടയുണ്ട്. അവിടെ തന്നെ ഫാൻസിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. പൂരി വെയിലത്ത് നിന്ന് ഇങ്ങനെ വന്ന് നമ്മൾ ഈ എസിൻ്റെ ഉള്ളിൽ അങ്ങോട്ട് കയറിയപ്പോൾ ഒരു പ്രത്യേക ഒരു സുഖമായിരുന്നു കേട്ടോ. അപ്പോൾ കുറച്ച് ക്ഷീണമൊക്കെ മാറി നമ്മൾ ആ ചൂടുന്ന് അങ്ങോട്ട് തണുപ്പൊക്കെ അപ്പോൾ ഫുള്ള് എ സി ആവുമല്ലോ. ഇപ്പോൾ എല്ലാ കടയും എ സി ആണല്ലോ, അതുകൊണ്ട് നമുക്ക് ആ ഒരു സമാധാനം ഉണ്ട്. എന്തായാലും ഇതുമൊക്കെ ഭയങ്കര ത്രില്ലാണ് കേട്ടോ. ഇതുമൂന്ന് പിന്നെ എവിടേക്കെങ്കിൽ പോവാന്ന് പറഞ്ഞാൽ ഭയങ്കര സന്തോഷമാണ്. അപ്പോൾ ഞങ്ങൾ അവിടെ കയറിയപ്പോൾ മുകളിലത്തെ നിലയിലാണ് ഗേൾസിൻ്റെ ചെരുപ്പ് എന്ന് പറഞ്ഞത്. അപ്പോൾ അങ്ങനെ മുകളിലെ നിലയ്ക്ക് ഇങ്ങനെ പോയതന്നെ. പെരുന്നാളുടെ തലേന്ന് ആയതുകൊണ്ട് ഇവിടെ വലിയ തിരക്കൊന്നുമില്ല. പിന്നെ നട്ടുച്ചയാണല്ലോ, അധിക തിരക്കോ കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. ഞങ്ങൾ സുഖമായിട്ട് തന്നെ ചെന്ന പാടനെ നീട്ടൊരു ചെരുപ്പ് കണ്ടു, അതിട്ട് നോക്കി. അത് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അത് ഫിക്സ് ചെയ്തു. പിന്നെ വേറെ ഇതൊന്നും എടുത്ത് വലിച്ചിടാനോ അത് എടുത്ത് നോക്കാനോ ഒന്നും ഓൾ തന്നില്ല കേട്ടോ. അത് കണ്ടു, പറ്റിയിട്ട് നോക്കിയപ്പോൾ കറക്റ്റ് വലിപ്പം അങ്ങോട്ടും ഒന്നും ചെയ്യാനില്ല. ഒരു സിമ്പിളായിട്ടുള്ള ഒരു എന്താ പറയുക ഒരു ചെരുപ്പ്. അപ്പോൾ അത് അങ്ങോട്ട് എടുത്തു. പിന്നെ ഇതുമൂന്ന് ഞങ്ങൾ വാങ്ങണം വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. ഭർത്തർക്ക് നല്ല അടിപൊളി ചെരുപ്പ് വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ പെരുന്നാൾക്ക് വേണ്ടെന്നൊക്കെ ഇനി വിചാരിച്ചത്. പക്ഷേ നീനൊക്കെ വാങ്ങിയപ്പോൾ എനിക്കെന്തോ പോലെ. അപ്പോൾ ഞാൻ ഏതായാലും ഇതുമൂന്ന് വാങ്ങിക്കോ, ഇഷ്ടമുള്ള എന്തെങ്കിലും സെലക്ട് ചെയ്തോ എന്ന് പറഞ്ഞു. അങ്ങനെ ഇതുമൂതാ നോക്കുന്നുണ്ട്, ഞാൻ എനിക്കുള്ളതും നോക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഞാൻ എൻ്റെത് ഇങ്ങനെ നോക്കുകയാണ്. ഇതുമൂനോട് പിന്നെ ചെരുപ്പ് എടുത്തോ എന്ന് പറഞ്ഞപ്പോൾ എൻ്റെ അമ്മ ഭയങ്കര സന്തോഷമായിരുന്നു. അപ്പോൾ അങ്ങനെ ഓരോന്നോരോന്ന് ഇങ്ങനെ നോക്കുകയാണ്. ഞാനിതാ എനിക്കുള്ളതും അങ്ങനെ നോക്കുന്നുണ്ട്. ഇൻ്റെതും പെട്ടെന്ന് റെഡിയായി. എനിക്കും പെട്ടെന്ന് കണ്ടത് എനിക്ക് അളവിന് കിട്ടിയപ്പോൾ ഞാനും അത് സെറ്റാക്കി കേട്ടോ. നല്ല വിലയായിരുന്നു. പെരുന്നാളാകുമ്പോൾ പിന്നെ നമ്മൾ ഒരു എന്താ പറയുക എല്ലാ സാധനത്തിനും വില കൂടുതൽ അല്ലേ. പിന്നെ കുറേ ചെരുപ്പ് എടുക്കാൻ ഒരേ മോഡലിൻ്റെ ഇതുമൂന്ന് പറ്റിയ ചെരുപ്പ് എടുക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഒപ്പം നിന്നതിന് ചെക്കന് സെയിൽസ്മാൻ നോക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതെടുത്ത് വരുന്നവരെ വെയിറ്റ് ചെയ്ത് നിന്നതാണ് കേട്ടോ. അങ്ങനെ ഇതുമൂന്ന് ഒരു ഷൂ കിട്ടി. ഇഷ്ടപ്പെട്ട കളറുള്ള ഡ്രസ്സിനൊക്കെ പറ്റിയൊരു കളറ് ഷൂ ഒക്കെ കിട്ടി. ഞങ്ങൾ അതിൻ്റെ അടുത്ത്
തന്നെയാണ് ഫാൻസി ഷോപ്പുണ്ട്. അപ്പോൾ ആ ഫാൻസി വാങ്ങാൻ വേണ്ടിയിട്ട് അവിടെ കയറി. അവിടുന്ന് ഒരുപാട് കമ്മൽ, ഇപ്പോൾ ഇത് നീനുട്ടി കമ്മൽ മാത്രമാണ് വാങ്ങാൻ വിചാരിച്ചത് തൊട്ട്. അങ്ങനെ വലിയ കമ്മലുകൾ ഫുൾ കൈ ഡ്രസ്സും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ അവൾക്ക് കമ്മൽ വലിയ കമ്മൽ വേണം, നല്ല എങ്ങനെ കമ്മൽ കെട്ടിട്ട് ഭയങ്കര എന്തോ മോഡലൊക്കെ ഇട്ട് നടക്കണം എന്നൊക്കെയുള്ള ഇതായിരുന്നു. അപ്പോൾ കമ്മലാണ് ഞങ്ങൾ ആദ്യം നോക്കുന്നത്. അപ്പോൾ വലിയൊരു ഓളെ ഡ്രസ്സിൻ്റെ ആ കളറൊക്കെ തോന്നിക്കണ നല്ല അടിപൊളിയായിട്ടുള്ളൊരു കമ്മലൊക്കെ വാങ്ങി. പിന്നെ ഇതുമൂന്ന് പിന്നെ കാത് കുത്താത്തതുകൊണ്ട് കമ്മൽ വാങ്ങിയില്ല കേട്ടോ. പിന്നെ ഞാൻ എനിക്കിങ്ങനെ കുറച്ച് നോക്കി കമ്മൽ കാര്യങ്ങളൊക്കെ എനിക്ക് നോക്കി, അങ്ങനെ 1-2 കമ്മൽ എനിക്കും വാങ്ങി. ഇങ്ങനെ ഈനൂട്ടി ഇങ്ങനെ കമ്മൽ വാങ്ങുന്നുണ്ട്. അപ്പോൾ ഇതുമൂന്ന് കാത് കുത്താനൊക്കെ ഭയങ്കര ആഗ്രഹം കേട്ടോ. പിന്നെ അങ്ങനെ പറയുന്നുണ്ട് എനിക്ക് എത്രയും പെട്ടെന്ന് കാത് കുത്തണം എന്ന് പറഞ്ഞ് നടക്കുന്നുണ്ട്. ഇതുവരെ കുത്തിയിട്ടില്ല കേട്ടോ. പിന്നെ ഓള് കഴിച്ചതിനൊക്കെ നോക്കുക, അതായത് ഇതും കഴിച്ചതിനൊക്കെ നോക്കുന്നുണ്ട്. നീനും ഒരു കഴിച്ചതിനും വാങ്ങി, ഒരു മോതിരം വാങ്ങി. ഇതും അതേപോലെ തന്നെ നല്ലൊരു ബ്രേസ്ലെറ്റ് ഉണ്ടോ, അങ്ങനെയുള്ള മോഡലൊരു ബ്രേസ്ലെറ്റും കാര്യങ്ങളൊക്കെ വാങ്ങി. ഉള്ളൊരു മോതിരമൊക്കെ വാങ്ങി. പിന്നെ എന്തൊക്കെയാണ് ഇപ്പോൾ വാങ്ങിയത്, പിന്നെ കാര്യമായിട്ട് മേക്കപ്പ് സാധനങ്ങളാട്ടോ വാങ്ങിയിട്ടുണ്ടായിരുന്നു. കമ്മൽ നീനുട്ടി വലിയൊരു കമ്മൽ വാങ്ങി. പിന്നെ ചെറിയൊരു സ്ഥിരം ഇടാൻ പറ്റുന്ന ഒരു കുഞ്ഞി കമ്മൽ വാങ്ങി. പിന്നെ ബ്രേസ്ലെറ്റാണ് ഈ തപ്പണത് മുഴുവൻ. ഇതും കറക്റ്റ് ഒക്കെ പറ്റിയത് നോക്കി ഇങ്ങോട്ടൊക്കെ ഇങ്ങനെ നോക്കണം കേട്ടോ. ഇത് മോതിരാണ് ഇത് നീനുട്ടി കാണിച്ചിരുന്നത്. ഇതെങ്ങനെയുണ്ട് എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. പക്ഷെ ഒക്കെ പിന്നെ ഓളെ വിരൽ അധികം മണ്ണില്ലാത്തതുകൊണ്ട് ഒക്കെ ലൂസാണ് കേട്ടോ. ഇട്ടൊക്കെ ഇട്ടൊന്ന് ഒക്കെ ലൂസാണ്. അപ്പോൾ ഏതായാലും ഓളും 2 എടുത്തിട്ടുണ്ട്, പെരുന്നാളുടെ അന്ന് ഇടണ്ടേ എന്നും പറഞ്ഞിട്ട് 2 മുതലെടുത്ത് ഇതും ഇതാ പിന്നെ മാലയൊക്കെ എടുത്തു കേട്ടോ. അങ്ങനെ അത് കഴിഞ്ഞ് ഞങ്ങൾ പിന്നെ ഇങ്ങനെ മേക്കപ്പ് സാധനത്തിൻ്റെ അടുത്ത് കണ്ട് പോയാലാണ് നീനുട്ടിക്ക് ആക്രാന്തം വരൽ. എന്തൊക്കെ എടുക്കണം എന്ന് പറഞ്ഞാൽ ഒറ്റ ഒരു എന്തൊക്കെ ചെയ്യേണ്ടതെന്ന് അറിയാത്തൊരവസ്ഥയിലായിരിക്കും. ഇതും ആണെങ്കിൽ അവിടെ പോരുമ്പോൾ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു മെയിലാഞ്ചി കൈ ഉണ്ടല്ലോ, കൈമേലിടുന്ന ആ ഒരു സംഭവം ഉണ്ടല്ലോ, പൊട്ടിച്ച് കണ്ട് അതിൻ്റെ മേലെ മെയിലാഞ്ചി ഇട്ടിട്ട് ഇതന്നെ ഈ ഒരു സംഭവം കേട്ടോ. ഇത് വാങ്ങാൻ ഇതും നോക്കുന്നത്. അപ്പം നീനുട്ടി വാങ്ങി ഓളൊരു കയ്യിന് ഇടാനെന്ന് പറഞ്ഞ് നീനൊന്ന് വാങ്ങി. ഇതും ആണെങ്കിൽ വിരലുമലും മൊത്തത്തിൽ കയ്യുമലൊക്കെ ഇടാൻ പറ്റുന്ന ടൈപ്പ് ഉണ്ടല്ലോ, മൊത്തം കയ്യുമലൊക്കെ ഇടുന്ന ആ ടൈപ്പ് ആ സാധനങ്ങളൊക്കെ വാങ്ങി. അത് കഴിഞ്ഞ് പിന്നെ മെയിലാഞ്ചി എടുത്തു. പിന്നെ മേക്കപ്പ് സാധനങ്ങൾ നമ്മൾ എന്താ പറയുക, മോയ്സ്ചറൈസർ ക്രീം, സൺസ്ക്രീം, പിന്നെ ഇങ്ങനെയുള്ള ചില്ലറ സാധനങ്ങൾ ഫുള്ളും വാങ്ങി. പിന്നെ ബ്ലഷ്, ലിപ്സ്റ്റിക്ക്. അപ്പോൾ നീനുട്ടിയുടെ ഭാഗ ഇതും മുന്നൊരു ലിപ്സ്റ്റിക്കും വാങ്ങി കൊടുത്തിട്ടോ. അവളെ പിന്നാലെ നടന്നൊരു നീ വാങ്ങി തരുമോ ചോദിച്ചൊരു ലിപ്സ്റ്റിക്കും വാങ്ങി. നീനുടെ ആ ഐലൈനറൊക്കെ നോക്കുന്നുണ്ട്, വാട്ടർ പ്രൂഫ് ആണ്, മറിച്ചമാണെന്നൊക്കെ പറഞ്ഞിട്ട്. ഏതായാലും അവിടുത്തെ ആ എടുത്തരുന്ന ചെക്ക സൂപ്പറായിരുന്നു. നീ വാങ്ങാൻ വേണ്ടാന്ന് നമ്മൾ വിചാരിച്ച സാധനം വരെ നമ്മളെ കണ്ട് വാങ്ങിപ്പിക്കാനുള്ളൊരു പ്രത്യേക കഴിവുണ്ടായിരുന്നു കേട്ടോ. ഇവിടെ പിന്നെ ഈ സീനത്ത് ഫുട്വെയറിൻ്റെ മുകളിൽ ചെരുപ്പിൻ്റെ ആ ഭാഗത്താണ് ഈ ഒരു ഷോപ്പ്. അപ്പോൾ ഇവിടേക്ക് കേട്ട് അങ്ങനെ അധികം ആൾക്കാർ ഇല്ല കേട്ടോ, വലിയ തിരക്കൊന്നുമില്ല, കുറച്ച് ആൾക്കാർ ഇവിടെ ഉള്ളൂ. നല്ല തണുപ്പ് നമുക്ക്, പക്ഷെ നല്ല സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എന്തായാലും വിചാരിച്ച സംഭവങ്ങളൊക്കെ വാങ്ങി നല്ലൊരു ബില്ലൊക്കെ ആക്കി ഞങ്ങൾ അവിടുന്ന് പോന്നു. പിന്നെ അവിടുന്ന് ഇറങ്ങണോടത്ത് നിറച്ചും ബാഗൊക്കെ ഉണ്ടായിരുന്നു. നീനിട്ട് ഇതൊക്കെ ഇങ്ങനെ നോക്കണുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ ബാഗ് ഇപ്പോൾ നോക്കണില്ല, നമ്മൾ എടുത്തു വെച്ച ചെരുപ്പ് താഴേക്ക് അതാണ്ട് ആ സൈഡിലായിരുന്നു ചെരുപ്പ്, അവർ താഴെ കൊണ്ടുവച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ നേരെ താഴേക്ക് പോവാണ് കേട്ടോ. അപ്പോൾ അതവിടെ ബില്ലാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അവിടെയും ബില്ല് കൊടുത്തു. ഫാൻസിൻ്റെ ബില്ല് ആ ഷോപ്പിൽ തന്നെയായിരുന്നു കേട്ടോ. നമ്മളെ പിന്നെ വാങ്ങിയ കടയിൽ ആ ഒരു ഷോപ്പിൽ തന്നെ കൊടുത്തിട്ടായിരുന്നു ഫാൻസിൻ്റെ ബില്ല്. താഴെ ചെരുപ്പിൻ്റെ പിന്നെ താഴെ പോയിട്ട് അവിടെ അവിടെയൊക്കെ പാക്ക് ചെയ്ത് ഒക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ അവിടെയും ബില്ലടിച്ച്. അപ്പോൾ ഇവിടെയൊക്കെ ബോയ്സിൻ്റെ ഷൂ ആയിട്ടോ ചെരുപ്പുകളൊക്കെയാണ്, കുഞ്ഞു ഷൂ ഒക്കെ ഉണ്ട്. ഫൈറൂസിന് അങ്ങനെ ഓർമ്മ വന്നു. പക്ഷേ നമ്മൾ ഇവിടുന്ന് വാങ്ങി കഴിഞ്ഞാൽ ഓന് പാകത്ത് കിട്ടൂലല്ലോ, ചിലപ്പോൾ അവിടെ എത്തി കഴിഞ്ഞാൽ ഓന് ചിലപ്പോൾ കൊള്ളാതൊക്കെ അല്ലെങ്കിൽ ലൂസ് എന്തെങ്കിലും ലൂസായാലും വലിയ കുഴപ്പമില്ല, എടുത്ത് വെച്ചാൽ മതിയെന്ന്. എന്തായാലും ഞങ്ങൾ ഇവിടുന്ന് ബില്ലൊക്കെ അടച്ചു. പിന്നെ ഓട്ടോ പിടിച്ചിട്ട് ഇറങ്ങി പെടാൻ ഓട്ടോ കിട്ടി. പിന്നെ നോമ്പായതുകൊണ്ട് വെള്ളമോ കാര്യങ്ങളൊന്നും കുടിക്കാൻ വയ്യല്ലോ. നേരെ ഞങ്ങൾ പോണത് മലീക്കേക്കാണ് കേട്ടോ. കസവ് കേന്ദ്രം കയറണം എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു ഇപ്പാക്കൊരു ഷർട്ട് വാങ്ങാൻ വേണ്ടിയിട്ട്, എൻ്റെ ഉപ്പാക്ക്. പക്ഷെ അവിടെ അങ്ങനെ നോക്കിയപ്പോൾ നല്ല തിരക്ക് തോന്നിയപ്പോൾ പിന്നെ അങ്ങനെ കയറിയില്ല കേട്ടോ. പിന്നെ ഞങ്ങൾ നേരെ മലീക്കേക്ക് പോയി. അവിടെ ത്രെഡ് ചെയ്യാം, പിന്നെ ഫേഷ്യൽ ചെയ്യാം, അങ്ങനെയുള്ള പരിപാടികളാണ്. അപ്പോൾ നീനുട്ടി ഉമ്മച്ചും ചെയ്തോ നിങ്ങൾ പറയുന്നുണ്ട് കേട്ടോ. പക്ഷേ ഞാൻ പറഞ്ഞു ഞാൻ ചെയ്യണില്ല, ഈ ചെയ്തോ. ഞാൻ നമ്മളെ ഐറൂസിൻ്റെ ബർത്ത്ഡേൻ്റെ അന്ന് ചെയ്തിട്ടുണ്ടായിരുന്നു, മൊബൈൽ ഫേഷ്യലൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ചെയ്തിട്ടില്ല. അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു 40 വയസ്സൊക്കെ കഴിഞ്ഞാൽ ഒരു മാസം ചെയ്യണത് നല്ലതാണ്, ഫേഷ്യൽ ചെയ്യണത് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ എന്തായാലും പിന്നെ ചെയ്യാമെന്ന് കരുതി. എനിക്ക് ഭയങ്കര മടി. അപ്പോൾ നീനുട്ടി മാത്രം ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ ഓള് ത്രെഡ് ചെയ്യാനും ഫേഷ്യൽ ചെയ്യാനൊക്കെ ആയിട്ട് പോയി. ഞാൻ ഇതൊന്നും കുറേ നേരം ഇവിടെ ബെഡായിക്കെ പൊട്ടിച്ചിങ്ങനെ ഇരുന്ന് ഏകദേശം ഒരു 1.5 മണിക്കൂർ
ചോറ് കഴിഞ്ഞ് ഞങ്ങളിതാ അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ. പിന്നെ നേരെ ഓട്ടോ പിടിച്ച് പോയി പോണത് ബസ് സ്റ്റാൻഡിലേക്കാണ്. സ്റ്റാൻഡ് പോവാണ്. ഞങ്ങൾ ഒരു ഉച്ച ടൈമിൽ ഒരു മണിക്കൊക്കെയാണല്ലോ ഇറങ്ങിയത്. അപ്പോൾ എനിക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു, നമ്മൾ വീട്ടിലെത്തുമ്പോൾ എന്തായാലും 5 മണി 6 മണിയൊക്കെ ആവുമെന്ന്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ അരീക്കോട് എത്തണ്ടേ. അപ്പോൾ ഞാൻ വേഗം ഓള് ത്രെഡ് ചെയ്യണൊക്കെ ഫേഷ്യൽ ചെയ്യുന്ന ആ സമയത്ത് ഞാൻ അരീക്കോട് മമതയ്ക്ക് വിളിച്ചിട്ട് മന്തിയും അൽഫാമൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. കാരണം നമ്മളവിടെ എത്തി, ഈ ഒരു വെയിലൊക്കെ കൊണ്ട് അവിടെ എത്തിയിട്ട് ഇനി വയ്യ, ടയേർഡായിട്ട് ഇനി ഫുഡൊക്കെ ഉണ്ടാക്കുക എന്നൊക്കെ പറഞ്ഞാൽ നടക്കുന്ന കാര്യമില്ലല്ലോ. അങ്ങനെ ഞങ്ങൾ എല്ലാം കൂടെ വാങ്ങി അരീക്കോട് സ്റ്റാൻഡിലെത്തി. അവിടുന്ന് ഞങ്ങൾ കുറച്ച് ഫ്രൂട്ട്സും പാലും അങ്ങനെയുള്ള സംഭവങ്ങളെ കുറച്ച് വാങ്ങിയിട്ട്, അതൊക്കെയാണ് ചെരുപ്പ്. നീനുട്ടി അവിടെ വീണിട്ടുണ്ട്, കിടന്നിട്ടുണ്ട്. ഓളെ ചെരുപ്പ് ഇതൊക്കെയാണ് ചെരുപ്പ്. പിന്നെ ആ കവറിൽ ഫാൻസിയാണ്. പിന്നെ എൻ്റെ കയ്യിലുള്ളത് കുറച്ച് 4-5 പാക്ക് പാല് വാങ്ങിയിട്ടുണ്ട്. എങ്ങാനും പെരുന്നാളായാലോ എന്ന് വിചാരിച്ചിട്ട് ഒരു 5 പാക്ക് പാല് വാങ്ങിയതാട്ടോ, പായസമൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ വാങ്ങിയതാണ്. പിന്നെ അതാ കുറച്ച് ഫ്രൂട്ട്സും വാങ്ങി. വത്തക്ക ഉണ്ട്, പിന്നെ മുന്തിരി ഉണ്ട്, പൈനാപ്പിൾ ഉണ്ട്, ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ട്. പാലുണ്ട്. ഇതൊക്കെ ഒന്ന് എടുത്ത് കൊണ്ടുപോയി സെറ്റാക്കട്ടെ. അപ്പോൾ ഇതുമാണെങ്കിൽ വെയിലത്ത് നിന്ന് വന്ന് ആകെ ടയേർഡായിട്ടുണ്ട്. ഓളും മുഖമൊക്കെ കഴുകി പോയി കിടക്കാൻ പോയിട്ടുണ്ട് കേട്ടോ. നമുക്ക് പിന്നെ ഫുഡ് ഉണ്ടാക്കണ്ടല്ലോ എന്നൊരു സമാധാനത്തിലാണ് ഞാനിങ്ങനെ സന്തോഷത്തിൽ നടക്കുകയാണ് കേട്ടോ. പറ്റി അങ്ങോട്ട് വന്നിട്ട് പിന്നെ ഫുഡ് ഉണ്ടും കൂടി ഉണ്ടാക്കാന്ന് സത്യം പറഞ്ഞാൽ ശരിക്കും ഒരു ഗീ റൈസ് ഉണ്ടാക്കിയാൽ മതി, ഒന്നങ്ങോട്ട് കുക്ക് ചെയ്യാൻ മതി. ഞാൻ വിചാരിച്ചത് ഒരു 6 മണിയൊക്കെ ആവുന്ന, പക്ഷെ ഞങ്ങൾ 5 മണിയപ്പോൾ ഇങ്ങനെ എത്തി. അപ്പം എനിക്ക് തോന്നി ഒരു വേഗം നെയ്ച്ചോറൊക്കെ ഉണ്ടാക്കാനുള്ള സമയം ഉണ്ടായിരുന്നു. വെറുതെ ഇപ്പം മന്തിയൊക്കെ വാങ്ങി കശി എന്നൊക്കെ തോന്നി. പക്ഷേ ഒന്ന് കിടക്കാമെന്ന് കരുതി ഇതൊക്കെ ഇവിടെ കൊണ്ടുപോയി വെച്ച്, പാലൊക്കെ ഫ്രിഡ്ജിൽ കൊണ്ടുപോയി വെച്ച് ഞാൻ പോയി അടുത്തായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ എണീറ്റത് നമ്മളെ മന്തി എത്തിയപ്പോഴാണ് എണീറ്റ് വന്നത്. പിന്നെ പൈസ കൊടുത്ത് മന്തിയൊക്കെ വാങ്ങി റെഡിയാക്കി. അല്ല ഒരു അരമണിക്കൂറോളം ഞാൻ നന്നായിട്ട് അങ്ങോട്ട് ഉറങ്ങി. അവൻ്റെ എന്ത് സുഖമെന്ന് അറിയോ, നല്ല അടിപൊളിയായിട്ട് അങ്ങോട്ട് കിടന്ന പാടെ അങ്ങോട്ട് ഉറങ്ങിപ്പോയും ചെയ്തു. കാരണം നല്ല വെയിലത്ത് നിന്ന് ഇങ്ങോട്ട് വരില്ലേ, കിടന്നൊക്കെ അങ്ങോട്ട് ഉറങ്ങിപ്പോയി. ആ ഒരു അരമണിക്കൂർ സുഖമായിട്ട് ഇങ്ങോട്ട് ഉറങ്ങി. അപ്പോൾ പിന്നെ എൻ്റെ ഹസ്ബൻഡ് വന്നിട്ടുണ്ടായിരുന്നു, ഒരു സ്കൂൾ ബസ്സിലൊക്കെ പോയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ വന്നപ്പോൾ ഈ മന്തി വന്നെന്ന് പറഞ്ഞപ്പോൾ ഞാൻ എന്നെ വിളിച്ചു, ഞാൻ പോയി വാങ്ങി. ഇനി ഏതായാലും ഫ്രൂട്ട്സൊക്കെ എടുത്ത് നമ്മൾ ജ്യൂസൊക്കെ അടിച്ച് സെറ്റ് ഒക്കെ റെഡിയാക്കി വെക്കാം എന്ന് കരുതി. പിന്നെ ഞാൻ കിടക്കാനൊന്നും പോയില്ല കേട്ടോ. പിന്നെ ഇതും മയോണൈസൊക്കെ അതിൽ നിന്ന് ആ ഒരു ചെറിയ പാത്രത്തിൽ നിന്നൊക്കെ മാറ്റി നമുക്ക് കഴിക്കാൻ പറ്റുന്ന പാത്രത്തിലൊക്കെ വെക്കുന്നുണ്ട്. പിന്നെ മന്തിയൊക്കെ ഓള് മേശപ്പുറത്തും അങ്ങനെ കൊണ്ടുപോയി വെക്കുക. അങ്ങനെയൊക്കെയുള്ള ഓളെ കൊണ്ട് കഴിയുന്ന സഹായങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. നീ നല്ല ഉറക്കമാണ് കേട്ടോ, അവിടെ വന്ന് ടയർഡായി കിടക്കുന്നുണ്ട്. അപ്പോൾ ഓളവിടെ വേഗം കൊണ്ടുപോയി വെക്കുന്നത്. പിന്നെ ഒക്കെ ലൈം ജ്യൂസും ഒക്കെ ഉണ്ടാക്കണം. പിന്നെ ഞാൻ പപ്പായ ഉണ്ട്, പപ്പായ കട്ട് ചെയ്ത് വെക്കാം. ജ്യൂസ് ഇപ്പോൾ വത്തക്ക ജ്യൂസ് അടിക്കാമെന്ന് കരുതി. പപ്പായ ശരിക്കും അങ്ങോട്ട് പഴുക്കാത്തത് കൊണ്ട് പിന്നെ ജ്യൂസ് അടിക്കേണ്ട കരുതി. പഴുക്കാതെ ചിലപ്പം ജ്യൂസ് അടിച്ച് കഴിഞ്ഞാൽ വലിയ ടേസ്റ്റ് ഉണ്ടാവില്ലല്ലോ. അപ്പോൾ ഞാൻ കരുതി പപ്പായ ജ്യൂസ് അടിക്കണ്ട, വത്തക്ക ജ്യൂസ് അടിക്കാമെന്ന്. അപ്പോൾ ഇതും കൂടി എക്സാമൊക്കെ ആയതുകൊണ്ടുള്ള ബുക്കുകളൊക്കെയാണ് ആ മേശപ്പുറത്ത് ഉണ്ടായിരുന്നത്. അതൊക്കെ അവിടെ ഉള്ള റൂമിൽ കൊണ്ടുപോയി വെച്ച് ഫുഡിൻ്റെ സംഭവങ്ങളൊക്കെ മേശപ്പുറത്ത് കൊണ്ടുപോയി വെച്ചു കേട്ടോ. പിന്നെ ഞാൻ പപ്പായ ഒന്ന് പൊഴുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ അത് പകുതി കട്ട് ചെയ്ത് വെക്കാമെന്ന് കരുതി. കണ്ടോ, പപ്പായ കട്ട് ചെയ്ത് വെച്ചു, പൈനാപ്പിൾ കട്ട് ചെയ്ത് വെച്ചു, പിന്നെ വത്തക്ക കുറച്ച് കട്ട് ചെയ്ത് വെച്ചു, കുറച്ച് എൻ്റെ ഹസ്ബൻഡിനുള്ളത്. പിന്നെ ജ്യൂസ് അടിച്ചിട്ട് ഫ്രിഡ്ജിക്കും വെച്ചിട്ടുണ്ട്. ബാക്കിയെല്ലാം മേശപ്പുറത്ത് റെഡിയായി. ഞങ്ങളത് കഴിക്കാനിരിക്കുകയാണ്. ഞാനും നീനുട്ടിയും ഇതുമോ മാത്രമേ ഉള്ളൂ. ഞങ്ങൾ 3 ഇവിടെ കഴിക്കാനിരുന്നു കേട്ടോ. ഞാൻ പിന്നെ അൽഫാമിൻ്റെ ഈ പീസ് മാത്രം ഈ 2 പീസല്ല, ഓരോരുത്തർക്ക് 1 പീസാണ് ഞാൻ പറഞ്ഞത്. അതായത് 4 പീസ്, മൊത്തത്തിൽ 4 പീസ് കേട്ടോ. പക്ഷേ ഒരു ചെറിയ പീസ് ആയതുകൊണ്ട് ഈ ഒരു കഷ്ണമായതുകൊണ്ട് ഞങ്ങൾക്ക് എല്ലാവർക്കും ഈ 2 പീസ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞാനത് മാത്രമായിട്ടാണ് കഴിച്ചത്. മന്തി ഇടാനൊന്നും നിന്നില്ല. നല്ലോണം വെള്ളം കുടിച്ചു, ഇതും കഴിച്ചു. പിന്നെ നന്നായിട്ട് അങ്ങോട്ട് ഫ്രൂട്ട്സ് അങ്ങോട്ട് കഴിച്ചു കേട്ടോ. ക്ഷീണമൊക്കെ ഇട്ട് മാറട്ടെ എന്ന് കരുതി. റൈസ് കഴിക്കാനും നിന്നില്ല. ഓരോക്കെ അതൊക്കെ കഴിക്കുന്നുണ്ട്. അത് കഴിച്ച് കഴിഞ്ഞ് പിന്നെ എൻ്റെ ഹസ്ബൻഡും വന്ന് മൂപ്പരും വന്ന് ഫുഡ് കഴിച്ച് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞൊക്കെ എന്നെ പെരുന്നാളാന്ന് അറിഞ്ഞൂലേ. പെട്ടെന്ന് അറിഞ്ഞ് ഞാൻ തീരെ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല പെരുന്നാളാവുമെന്ന്. എൻ്റെ എനിക്ക് ഒരു ശനിയാഴ്ച ആയാൽ മതി ഇനിയെന്നൊരു പുതിനായിരുന്നു. ഒന്നാമത് ഇതുമൂൻ്റെ ഡ്രസ്സ് മുഴുവൻ ആക്കിയിട്ടില്ല. പിന്നെ നാളത്തേക്കുള്ള ഒരു കാര്യങ്ങൾ ചെയ്തു വെച്ചിട്ടില്ല. പിന്നെ ചിക്കൻ വാങ്ങി വെച്ചിട്ടുണ്ട് ഫ്രിഡ്ജിൽ. അതേപോലെ തന്നെ ബീഫ് ഇന്ന് പിന്നെ മൂപ്പരെ ഡ്യൂട്ടി കഴിഞ്ഞ് വന്നപ്പോൾ ബീഫും കുറച്ച് ഒരു 1.5 കിലോനോളം വാങ്ങി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് മാത്രമല്ല, ഇനി അതൊക്കെ നമുക്ക് റെഡിയാക്കാനും ഉള്ളി കാര്യങ്ങളൊക്കെ ശരിയാക്കാനുണ്ട്. പിന്നെ എന്താ പറയുക, അരി കൊടുക്കണ്ടേ ഒക്കെ ഉണ്ട്. അപ്പോഴാണ് പിന്നെ ഷാൻ കൊടുക്കുന്നതിന് മുന്നേ ആയിട്ട് തന്നെ എന്തായി, പെരുന്നാളാണെന്ന് ഓർപ്പിച്ചു. പിന്നെ എനിക്കൊരു ഓട്ടപ്പാച്ചിൽ, വേഗം ഫുഡ് കഴിച്ച പാത്രങ്ങളൊക്കെ ഇങ്ങോട്ട്
കഴുകി വെച്ചു. പിന്നെ മൂപ്പര് ആഷസ്കരിച്ചാൻ പോയിട്ടു. ആഷസ്കാർ കഴിഞ്ഞ് വന്നതിന് ശേഷം 8:30 ആയപ്പോഴാണ് ഞങ്ങൾ ഫിത്രായിട്ട് വാരിയത്. അപ്പോൾ ഇതും ഒക്കെ വെയിറ്റ് ചെയ്തിങ്ങനെ നിൽക്കുകയാണ്. കാരണം നോക്കിത് കൊണ്ട് കൊടുക്കാറുണ്ട്. നോക്ക് അതിലേറെ ത്രില്ലാണ് കേട്ടോ. ആദ്യം മോളും നീനൊക്കെ ഇതിൻ്റെ പിന്നാലെ ഇങ്ങനെ ഓടലും കൊണ്ട് കൊടുക്കലും കാര്യങ്ങളൊക്കെ ഈ നീനുട്ടിപ്പോൾ അവിടെ മൈലാഞ്ചി ഇടുന്ന തിരക്കിലാണ്. അപ്പോൾ ഇതുമാണ് ഇപ്പം ഫുള്ളായിട്ട് ആ ഒരു കാര്യങ്ങളൊക്കെ ഓളാണ് ചെയ്യുന്നത്. അപ്പം ഞാനും ഞങ്ങൾക്ക് 4 ആൾക്ക് കൊടുക്കാനുള്ളതുള്ള അളവൊക്കെ നോക്കിയിട്ട് എല്ലാം കവറിലാക്കി വെച്ചു കേട്ടോ. അപ്പം നോമ്പ് ഫസ്റ്റ് മുതലേ കിട്ടുന്ന കവറൊക്കെ ഞാൻ അങ്ങനെ എടുത്ത് വെക്കലാണ്. കാരണം നമുക്ക് ലാസ്റ്റ് പെരുന്നാളിൻ്റെ അന്ന് ഇത് ആവശ്യം ഉണ്ടാവും എന്നുള്ളത് നമുക്കറിയാലോ. അപ്പോൾ അതാ പിന്നെ പെരുന്നാളാവായിട്ട് പുറത്ത് ഭയങ്കര സൗണ്ടും കുട്ടികളെ ചെറിയും കളിയൊക്കെ കേൾക്കുന്നുണ്ട് കേട്ടോ. ഇതും ആ വേഗം കവറൊക്കെ ആക്കി ഓരോ വീട്ടിലേക്ക് ഇങ്ങനെ കൊണ്ടുപോയി കൊടുക്കുകയാണ്. ഓക്കെ, ഇനി അത് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. ഇഷ്ടത്തോട് ചെയ്യാണ്. കുറേ 2-3 കവറൊക്കെ കയ്യിലുണ്ട് കേട്ടോ. ഇപ്പോൾ ഇവിടെ അടുത്ത് തന്നെ ഒരുപാട് വീടുകളിലുണ്ട് തന്നെ എല്ലായിടത്തും എത്തിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഓരോ കിലോ വെച്ചാണ് കൊടുത്തയച്ചത്. അതിങ്ങനെ ഇവിടെ അടുത്തുള്ള വീടുകളൊക്കെ എത്തിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ആർക്കൊക്കെ കൊടുക്കേണ്ടി എന്നുള്ളതാണ് ഞാൻ അങ്ങനെ പറഞ്ഞു കൊടുക്കുന്നത്. അവിടെ കൊടുക്കട്ടോ, അതിവിടെ കൊടുക്കട്ടോ എന്നൊക്കെ. ഓക്കെ, പിന്നെ പുറത്ത് ഈ അരീക്കോട് എനിക്കറിയണേക്കാണ് അറിയാം. തേത്തങ്ങാടി ഒക്കെ നല്ലോണം അറിയാം ആൾക്കാരട്ടോ ഇവിടെ. അതുകൊണ്ട് ആ പ്രശ്നമൊന്നുമില്ല. ഇവിടെ ആകെ ഇപ്പോൾ ഈ നേരെ കാണുന്നില്ല എന്നുള്ളൂ. ഇവിടെയൊക്കെ അപ്പുറത്തൊക്കെ കുട്ടികളുണ്ട് കേട്ടോ. പിന്നെ അത് കഴിഞ്ഞ് ഞാൻ വേഗം ഒന്ന് ടൗണിൽ പോയി. ഞാൻ പറഞ്ഞില്ലേ ഇന്ന് മഞ്ചേരി പോയപ്പോൾ തന്നെ ഇപ്പാക്ക് ഷർട്ട് വാങ്ങണമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അവിടുത്തെ തിരക്കോട് എനിക്ക് കേന്ദ്രത്തിൽ കയറാനേ തോന്നിയില്ല. അപ്പം ഞാൻ കരുതി ഇനിയിപ്പം അരീക്കോട് എത്തിയിട്ട് എന്തേ ചെയ്യാം, പെരുന്നാൾ ഉറപ്പിച്ചാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് അരീക്കോട് പോയി വാങ്ങാമെന്ന്. അങ്ങനെ ഇവിടുത്തെ പെരുന്നാൾ ഉറപ്പിച്ചപ്പോൾ ഞാൻ എൻ്റെ ഹസ്ബൻഡിൻ്റെ കൂടെ വന്നിട്ട് ആ ഷർട്ട് വാങ്ങാൻ വേണ്ടി വന്നതാട്ടോ. ഇവിടെ ഉണ്ടെങ്കിൽ അവസാനത്തെ പെരുന്നാൾ വിൽപ്പന കേട്ടോ. കുട്ടിച്ചക്കന്മാരൊക്കെ ഇടലും ഊരലും തകൃതിയായിട്ട് ഷർട്ട് കച്ചവടമാണ് അവിടെ നടക്കൊണ്ടിരിക്കുന്നത്. ഞങ്ങൾ വീടിൻ്റെ അടുത്ത് തന്നെയാണ്. അധികം ദൂരത്തേക്കും അങ്ങാടിക്കൊന്നും പോയില്ല. അവിടെ അടുത്തുള്ള ഒരു ഷോപ്പിൽ കയറിയിട്ട് ഇപ്പാക്ക് പറ്റിയൊരു ഷർട്ടൊക്കെ വാങ്ങി പോകുന്നു. ഉമ്മാക്ക് ഞാൻ നൈറ്റ് അതേ വാങ്ങി വെച്ചിട്ടുണ്ട് കേട്ടോ. അതൊക്കെ ഷേപ്പാക്കിയൊക്കെ റെഡിയാക്കിയൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി അത് പോകുമ്പോൾ ഉമ്മാക്ക് ഉപ്പാക്കുള്ളത് കൊണ്ടുണ്ട്. ഞാൻ മാക്സിമം എല്ലാ കൊല്ലം ഞാൻ പെരുന്നാൾക്ക് ഉമ്മാക്ക് മാക്സിയാണ് വാങ്ങാറുള്ളത്. പിന്നെ ഇപ്പാക്കൊരു ഷർട്ടും വാങ്ങും. തുത്തുവാണെങ്കിൽ ഉമ്മാക്ക് ചുരിദാറും വാങ്ങും. പിന്നെ അല്ലെങ്കിൽ സാരി വാങ്ങും. ഇപ്പം ഉമ്മ ചുരിദാർ ഇടൽ തുടങ്ങിയിട്ട് 1-2 കൊല്ലമായിട്ടുള്ളൂ. അപ്പോൾ ഇപ്പോൾ ചുരിദാറാണ് വാങ്ങുക. പിന്നെ ഇപ്പാക്കൊരു തുണി വാങ്ങും. അങ്ങനെയാണ് ഒരു ഇത് കേട്ടോ. ഞങ്ങളിവിടെ എത്തിയപ്പോഴേക്കും മക്കളിവിടെ ആകെ പുതിരിയും പടക്കമൊക്കെ പൊട്ടിക്കുന്ന തിരക്കിലായിരുന്നു. അപ്പോൾ ഞാൻ അതും കൊണ്ട് നോക്കിങ്ങനെ നിന്നു. ഇതും അതുവരെ പിന്നെ മൈലാഞ്ചി ഇടാൻ ഒരുങ്ങിയിട്ടില്ല കേട്ടോ. കുളിച്ചിട്ട് ഞാൻ പറഞ്ഞാൽ കുളിച്ചതിൻ്റെ ശേഷം മൈലാഞ്ചി ഇട്ടാൽ മതി. കാരണം പിന്നെ മൈലാഞ്ചി ഇട്ടിട്ട് രാവിലെ കുളിക്കുമ്പോൾ ചിലപ്പം ആകെ പോകും. പിന്നെ രാവിലെ നമ്മൾ നേരത്തെ നീച്ച് കുളിക്കൂല. അപ്പോൾ അത് ഞാൻ ചെയ്യാൻ പറഞ്ഞു രാത്രി കുളിച്ചതിന് ശേഷം മൈലാഞ്ചി ഇട്ടാൽ മതിയാണ്. ഇവിടെ കണ്ടോ ഭയങ്കര എന്താ പറയുക പടക്കമൊക്കെ പൊട്ടിക്കലും പൂത്തിരത്തിക്കലൊക്കെയാണ്. അതിൻ്റെ ഇടയിൽ കൂടെ നീനുട്ടി അവിടെ തകൃതിയായിട്ട് മൈലാഞ്ചിട്ടാണ് കേട്ടോ. നഖം ചൊക്കാൻ വേണ്ടിയിട്ട് ഇവള് രാവിലെ മുതലേ ഇടൽ തുടങ്ങിയാണ്. ഇന്നലെ വന്നപ്പോൾ ലേശം ഇട്ടു. ഈ പിന്നെ നമ്മൾ വീട്ടിൽ നിന്ന് ഉണ്ടാക്കുന്ന മൈലാഞ്ചി ആയതുകൊണ്ട് ചിലപ്പോൾ ഫസ്റ്റ് ഇടലിനൊന്നും ചോക്കൂലല്ലോ. 2-3 പ്രാവശ്യം ഇട്ടാലല്ലേ ചോക്കുള്ളൂ. അപ്പോൾ ഓൾ അതിൻ്റെ ഓരോ പരിപാടികളാണ് കേട്ടോ. പിന്നെ ഓൾ ആ വട്ടത്തിലുള്ള മൈലാഞ്ചിയൊക്കെ ഇടാൻ നോക്കുന്നുണ്ട്. ഇതും കുളിക്കാനൊക്കെ ഉള്ള ഒരുക്കാണ്. ഞാനിതാ ബീഫ് ഇന്ന് വൈകുന്നേരം മുപ്പര് കൊണ്ടുവച്ചതാണ് കേട്ടോ. ഫ്രിഡ്ജിൽ തന്നെയായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് നമ്മളിത് ബീഫ് ബിരിയാണി ഉണ്ടാക്കാനുള്ളതുകൊണ്ട് ബീഫ് നമ്മൾ കുറച്ച് വലിയ പീസാക്കിയിട്ടാണ് കട്ട് ചെയ്യുന്നത്. പിന്നെ അതാ ചിക്കന് ഫ്രീസറിലായിരുന്നു. ഞാൻ പൊരിക്കാനുള്ളത് മാത്രം ഈ പാത്രത്തിലാക്കിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. എല്ലില്ലാത്ത ഭാഗം, എല്ലുള്ളത് വേറെ സെപ്പറേറ്റും ഇത് പൊരിക്കാനുള്ളതാണ് കേട്ടോ. നല്ല ഇറച്ചി കഷ്ണങ്ങൾ മാത്രം അത് സെപ്പറേറ്റ് ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒരുക്കിയതാ നമ്മൾ ബീഫൊക്കെ കഴുകി വൃത്തിയാക്കി ചെറിയുള്ളിയും വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളകും വെല്ലുള്ളിയും ഒക്കെ തൊലിച്ച് വെല്ലുള്ളിയൊക്കെ കട്ട് ചെയ്ത് വെച്ചു. ചെറുള്ളി വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളകൊക്കെ നന്നായിട്ട് അരച്ചൊക്കെ വെച്ചു. തേങ്ങ ചിരണ്ടി വെച്ചു. ചമ്മന്തിക്കുള്ള ഉള്ളി ഒക്കെ അരിഞ്ഞു വെച്ചു. പിന്നെ ആ ബീഫ് നമ്മൾ ബിരിയാണിക്കുള്ള ബീഫ് നമ്മൾ നന്നായിട്ടൊന്ന് വേവിച്ച് കുക്കറിൽ വേവിക്കാൻ വേവിച്ചിട്ടാണ് കിടക്കുന്നത് കേട്ടോ. രാവിലെ പിന്നെ നമുക്ക് പെട്ടെന്ന് മസാലയൊക്കെ ഉണ്ടാക്കാമല്ലോ എന്ന് കരുതിയിട്ട് ചിക്കന് നന്നായിട്ട് പൊരിക്കാനുള്ളതും മസാല തേച്ച് വെക്കണ സമയത്തൊക്കെ വീഡിയോ കോളുണ്ട് കേട്ടോ. അവളെ പണികളൊക്കെ കഴിഞ്ഞ് കിടക്കണം. അപ്പോൾ സുജി എത്താത്തതുകൊണ്ട് ഞാൻ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടാണ് ഇതിൻ്റെ പണികളൊക്കെ ചെയ്യുന്നത്. അങ്ങനെ ആ ബീഫ് അടുപ്പത്ത് വെച്ചതിന് ശേഷം നമ്മൾ ചിക്കനും കൂടി മസാല തേച്ച് വെച്ചിട്ടുണ്ട്. അങ്ങനെ രാവിലത്തേക്കുള്ള ഒരുവിധ സംഭവങ്ങളൊക്കെ തീർത്ത് വെച്ചിട്ടാണ് ഞാൻ രാത്രി കിടന്നത് കേട്ടോ. പായസത്തിനുള്ള സംഗതികളൊക്കെ കാണുന്നിടത്ത് പുറത്ത് വീതന്മൊക്കെ കൊണ്ടുപോയി വെച്ച് അങ്ങനെയൊക്കെയാണ് ഞങ്ങൾ ഇന്നത്തെ രാത്രി കിടന്നത്. അപ്പോൾ ഇനി പെരുന്നാൾ വിശേഷങ്ങളൊക്കെ ആയിട്ട് നാളത്തെ വീഡിയോയിൽ കാണാം. ബൈ ബൈ.